Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്, ഡൈഇലക്ട്രിക്സ്, ദെൻ പോളാർ മോളിക്യൂൾസ്, പോളറൈസേഷൻ, ദെൻ കപ്പാസിറ്റർ, ദെൻ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അത്തരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോയല്ലോ. അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. എന്തൊക്കെയാണ് കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസൈഡ് ദ കണ്ടക്ടർ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് സീറോ. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഇൻസൈഡ് പോർഷനിൽ എങ്ങനെയായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതായത് ഒരു കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഹാസ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, അതായത് ഒരു സ്റ്റാറ്റിക് സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദ ഫ്രീ ചാർജസ് ഹാവ് സോ ഡിസ്ട്രിബ്യൂട്ടഡ് ദംസെൽസ് ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ എവരിവെയർ ഇൻസൈഡ്. അതായത് സ്റ്റാറ്റിക് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അതിനകത്തുണ്ടാവുന്ന ഫീൽഡ്, അതായത് ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് സീറോ ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് സീറോ. ഓക്കെ, then at the surface of a charged conductor electrostatic field must be normal to the surface. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിൽ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ദാറ്റ് മസ്റ്റ് ബി നോർമൽ ടു ദ സർഫസ് അറ്റ് എവറി പോയിന്റ്. എല്ലാ പോയിന്റിലും അതിൻ്റെ സർഫസിന് നോർമൽ ആയിരിക്കണം. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് ഇൻ ദ സ്റ്റാറ്റിക് സിറ്റുവേഷൻ. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഇൻറ്റീരിയർ പോർഷനിനകത്ത് എന്തുണ്ടാവാൻ പാടില്ല? എക്സസ് ചാർജസ് ഒന്നും ഉണ്ടാവില്ല. സ്റ്റാറ്റിക് സിറ്റുവേഷൻ ആവുന്ന സമയത്ത് അതിൽ എക്സസ് ചാർജസ് ഉണ്ടാവില്ല. എക്സസ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ കണ്ടക്ട്. ഓക്കെ, സോ സ്റ്റാറ്റിക് ആവുന്ന സമയത്ത് എന്തുണ്ടാവില്ല? അതിൽ എക്സസ് ചാർജസ് ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഹാസ് സെയിം വാല്യൂ ഓൺ ഇറ്റ് സർഫസ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ഇറ്റ് വിൽ ബി ഹാവിങ് ദ സെയിം വാല്യൂ. സർഫസിനകത്ത് സർഫസിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും എല്ലാ സ്ഥലത്തും. ക്ലിയർ? നൗ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് എ കോൺസ്റ്റൻറ്റ്. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് ചാർജ്ഡ് കണ്ടക്ടർ. അതായത് ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ കേസിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ സർഫസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ചാർജ്ഡ് കണ്ടക്ടർ ഉണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും ഒരു പിൽ ബോക്സ് ആണ്. പിൽ ബോക്സിൻ്റെ ഷേപ്പിലുള്ളൊരു ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? വിച്ച് കംസ് ഓൺലി ഫ്രം ദ ഔട്ട്സൈഡ് ക്രോസ് സെക്ഷൻ. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഔട്ട്സൈഡിലുള്ള ക്രോസ് സെക്ഷൻ, ഈ പിൽ ബോക്സിൻ്റെ ഔട്ട്സൈഡിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോസസ് ലോ അപ്ലൈ ചെയ്യാമല്ലോ. അത് ക്ലോസ്ഡ് സർഫസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു ഗോസസ് ലോ? ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഓക്കെ, ഇനി ഇ ഡോട്ട് ഡി എസിന് പകരം എന്ത് എഴുതാം? ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെ ഒരു സർഫസ് ചാർജാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ക്യൂവിന് പകരം എന്ത് എഴുതാം? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇൻറ്റു ഡി എസ് എന്ന് എഴുതാമല്ലോ, ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. ദെൻ ഇ വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ. ദിസ് ഡി എസ് ആൻഡ് ഡി എസ് വിൽ ഗെറ്റ് ക്യാൻസൽ. അതായത് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്നുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ് അടുത്ത ടോപ്പിക്. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ? വിച്ച് ഈസ് എ ഫിനോമിനൺ ഓഫ് മേക്കിംഗ് എ റീജിയൻ ഫ്രീ ഫ്രം എനി ഇലക്ട്രിക് ഫീൽഡാണ്. അതായത് ഒരു റീജിയനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഫ്രീ ആക്കുക, അതായത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സ്, അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോസസ് തിയറം പ്രകാരം എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ സീറോ ആണ്. അതായത്
any region can be isolated from external fields by surrounding it with a conducting sheet. അതായത് ഒരു കണ്ടക്റ്റിംഗ് ഷീറ്റ് കൊണ്ട് അതിനെ സറൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് ഫീൽഡ് ഇൻസൈഡ് ദ ക്യാവിറ്റി എന്ന് പറയുന്നത് അവിടെ സീറോ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആ പ്രോസസ്സാണ് എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം, the electric field inside a cavity of any conductor is zero. The electric field inside a cavity of any conductor is zero. This is known as electrostatic shielding. അതായത് ഒരു ക്യാവിറ്റിക്ക് അകത്തുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്, ദാറ്റ് ഈസ് E is equal to 0. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ എന്ത് ചെയ്യാം, ലൈറ്റ്നിങ്ങിൻ്റെ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറിനകത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ നമ്മൾ കുറച്ചും കൂടെ സേഫാണ് അല്ലെ, മെറ്റാലിക് ബോഡി ബിക്കംസ് ഇൻ ഇലക്ട്രിക് ഷീൽഡിംഗ് ആയിരിക്കും, നമുക്കൊരു ലൈറ്റ്നിങ് നിന്ന് ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത് അല്ലെ, കാറ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. സപ്പോസ് യു ആർ ഗെറ്റിംഗ് സച്ച് എ ക്വസ്റ്റ്യൻ, വൈ ഇറ്റ് ഈസ് സേഫർ ടു ബി ഇൻസൈഡ് എ കാർ ഡ്യൂറിങ് ലൈറ്റ്നിങ്. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ കാറിനകത്തിരിക്കുന്നത് സേഫ് ആണെന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളാണ് അല്ലേ. അതായത് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0 ഇൻസൈഡ് ദ കാർ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ് അവിടെയുള്ള പ്രോസസ്സ്, അതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, ഇൻസൈഡ് ദ കാർ 0 ആയിരിക്കും. സോ ഇറ്റ് ഈസ് സേഫർ ടു സിറ്റ് ഇൻസൈഡ് എ കാർ ദാൻ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ഡ്യൂറിങ് ലൈറ്റ്നിങ്. ക്ലിയർ? The next topic is dielectrics. What are dielectrics? Dielectrics are actually insulators, that is they are poor conductors of electricity. അതായത് ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. ദേ വിൽ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ് ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. ബട്ട് ദേ ഹാവ് വാസ്റ്റ് യൂസ് ഇൻ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി ആൻഡ് കപ്പാസിറ്റേഴ്സ്. അതായത് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലും കപ്പാസിറ്റേഴ്സിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ഡൈഇലക്ട്രിക്സ്. അതായത് ദേ ആർ നോൺ കണ്ടക്റ്റിംഗ് സബ്സ്റ്റൻസസ്. അപ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സ് പോലെയല്ല. ഡൈഇലക്ട്രിക് സബ്സ്റ്റൻസസ് 2 types ഉണ്ട്. അതായത് ദർ ആർ 2 types ഓഫ് ഡൈഇലക്ട്രിക് സബ്സ്റ്റൻസസ്, ദാറ്റ് ഈസ് പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. അതായത് പോളാർ മോളിക്യൂൾസ് ഉണ്ട്, നോൺ പോളാർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോൺ പോളാറിൽ വെച്ച് എന്താണ് നോക്കാം. നോൺ പോളാർ എങ്ങനെയാണ് എന്നുള്ളത് ഡയഗ്രാമാണ് താഴെ കാണിച്ചിട്ടുള്ളത്. Also, non-polar dielectrics do not have permanent dipole moment. That point you have to remember. അതായത് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇല്ലാത്ത മോളിക്യൂൾസ് ആണ് എന്ത്, നോൺ പോളാർ മോളിക്യൂൾസ്. അതായത് നമുക്ക് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അതിലൊരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാക്കാൻ കഴിയും. അല്ലാതെ നോർമലി എന്തുണ്ടാവില്ല, അവിടെ ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് പോസിബിൾ അല്ല. ആ കേസാണ് നോൺ പോളാർ. അപ്പോൾ അത് മറന്നു പോകരുത്. Here we have to remember the examples for non-polar molecules, that is oxygen, hydrogen, etc. are examples of non-polar molecules. In these cases the molecules will be, the positive and negative charges will be coinciding. So there will be no dipole moment. Permanent dipole moment will not be there. അതായത് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവില്ല. അതിന് കാരണം എന്താണ്, അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് ചാർജസ് കോയിൻസൈഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്തുണ്ടാവില്ല, ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവില്ല. സോ ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. Suppose we apply an electric field, then the positive and negative charges of non-polar molecule will be displaced in opposite directions. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു നോൺ പോളാർ മോളിക്യൂളിൽ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഓൾറെഡി കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ നോൺ പോളാർ കേസിൽ. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് വരുന്ന സമയത്ത് they will be separated, that is they will be displaced in opposite directions. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അവ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ there will be a ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അതായത് ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് അവിടെ ഉണ്ടാവും. സോ ദാറ്റ് ഡെവലപ്സ്. The dielectric is said to be polarized by the external field. അതായത് അതൊരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, here we can see the case of a polar molecule. In this diagram we can understand that there is a separation between the positive and negative charges. That is, even in the absence of external field we can see the dipole moment. That is, there is a permanent dipole moment in the case of polar molecules. Our next topic is polarization. What is meant by polarization? Suppose a dielectric material, that is polar or non-polar, we are placing in an electric field which has a field
intensity E theta. Okay, then the dipoles will get aligned parallel to the field. Then the dielectric material set up a secondary electric field of its own in a direction that will be opposite to the direction of applied field. Then what will happen? The net field strength will get reduced. Okay, this process or this phenomenon is known as dielectric polarization. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, അത് ചിലപ്പോൾ പോളാർ ആണെങ്കിലും പ്രശ്നമില്ല, നോൺ പോളാർ ആണെങ്കിലും പ്രശ്നമില്ല, അത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഡൈപോൾസ് എന്തിന് പാരലായിട്ടാണ് അലൈൻ ചെയ്യുന്നത്? നമ്മൾ ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ത് ഉണ്ടാക്കുന്നുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇറ്റ്സ് ഓൺ ഇലക്ട്രിക് ഫീൽഡ്, ബട്ട് ദാറ്റ് വിൽ ബി ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡാണ്. അതായത് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും ആ ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ആവുമ്പോൾ രണ്ട് ഫീൽഡുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്താ സംഭവിക്കുക? നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ അതിൻ്റെ സബ്ട്രാക്റ്റ് ചെയ്യേണ്ടി വരും. രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളുടെയും ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ ഫിനോമിനെ പറയുന്ന പേരാണ് എന്ത്? ഡൈഇലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, suppose you are getting a question like what is polarization, how you can answer? Yes, you have to just understand that the dipole moment per unit volume is called polarization. Only this much you have to write, that is the dipole moment per unit volume is called polarization. Okay, and for linear isotopic dielectrics the P will be equal to chi E into E. Here chi E is the constant that is known as electric susceptibility of the dielectric medium. So for linear isotopic dielectrics we can say that P will be equal to chi E into E. Okay, so chi E is a new term, that is electric susceptibility. Now we have to study capacitors. What are capacitors? എന്തിനാണ് നമ്മൾ capacitors യൂസ് ചെയ്യുന്നത്? അതായത് ഇത്രയും നേരം ഉണ്ടായിരുന്ന ടോപ്പിക്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? എങ്ങനെയാണ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ചാർജസ് ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി നമുക്ക് ഈ ചാർജിനെ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ചാർജ് സ്റ്റോറിങ് ഡിവൈസാണ്. സോ കപ്പാസിറ്റർ ഈസ് യൂസ് ടു സ്റ്റോർ ചാർജ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. അതായത് രണ്ട് കണ്ടക്ടേഴ്സ് ഒരു ഇൻസുലേറ്റർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഒരു കപ്പാസിറ്റർ കിട്ടും. ഹിയർ വി ക്യാൻ സീ ദാറ്റ്. അതായത് ഇവിടെ നമുക്ക് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട് രണ്ട് കണ്ടൻസേഴ്സ്, അതായത് കണ്ടക്ടർ 1 കണ്ടക്ടർ 2 ആർ ദർ. ഇനി അവയ്ക്കിടയിൽ എന്തുണ്ട്? ഒരു ഇൻസുലേറ്ററാണ്. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്ററാണ്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജസ്, നെഗറ്റീവ് ചാർജസ്, സോ ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഇൻസുലേറ്റർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ ഈസ് എ ചാർജ് സ്റ്റോറിങ് ഡിവൈസ് and it is a system of two conductors separated by an insulator. ഒരു ഇൻസുലേറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും? രണ്ട് കണ്ടക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഉണ്ടാവും. ഓക്കെ, now we have to study capacitance. What is capacitance of a conductor? Okay, that is, suppose we are charging a conductor, then what will happen to its potential? നമ്മൾ ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും, അല്ലേ? സോ ദിസ് ഇൻക്രീസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം? അതായത് ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ചാർജ്, അല്ലേ? അതായത് ചാർജ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? പൊട്ടൻഷ്യലും കൂടും. അതായത് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ചാർജ് ആൻഡ് പൊട്ടൻഷ്യൽ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം, അല്ലേ? അപ്പോൾ നമുക്കതിനെ എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം? അതായത് പൊട്ടൻഷ്യലിന് V എന്ന് കൊടുക്കാം, ചാർജിന് Q എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചാർജ് കൂടുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് കൂടുന്നുണ്ട്? പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട്. സോ Q ഈസ് പ്രൊപ്പോർഷണൽ ടു V എന്ന് എഴുതാമല്ലോ. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V എന്ന് എഴുതാം. അവിടെ C എന്ന് പറയുന്നത് എങ്ങനെ കാണാം? യെസ്, ദാറ്റ് ഈസ് Q ബൈ V. ഈ കോൺസ്റ്റൻറ്റ് സിയെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ. അതായത് ഒരു കപ്പാസിറ്ററിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. സി വിൽ ബി ഈക്വൽ ടു Q ബൈ V. അപ്പോൾ എന്താണ് കപ്പാസിറ്റൻസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്
ചാർജ് ടു പൊട്ടൻഷ്യൽ ഓഫ് എ ചാർജ്ഡ് ബോഡി എന്ന് പറയാം അല്ലേ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, അതായത് Q ബൈ V ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ ഓഫ് എ ചാർജ്ഡ് ബോഡി. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ Q ബൈ V, അതായത് ഒരു റേഷ്യോ ആണ് വരുന്നതെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എന്ന് തുടങ്ങുക, മുകളിലെ ക്വാണ്ടിറ്റി പറയുക, റേഷ്യോ ഓഫ് ചാർജ്, ദെൻ ടു പറഞ്ഞിട്ട് എന്ത് പറയണം, ഡിനോമിനേറ്ററിൽ എന്താണ് വരുന്നതെന്ന് പറയാം, ചാർജ് ടു പൊട്ടൻഷ്യൽ ഓഫ് എ ചാർജ്ഡ് ബോഡി. സോ സി ഈസ് ഈക്വൽ ടു Q ബൈ V ആണ്. ഇനി സി എന്ന് പറയുന്നത് എന്തിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ക്യൂവിനും വിക്കും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്, സൈസ്, സെപ്പറേഷൻ, അതായത് കോൺഫിഗറേഷന് മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഷേപ്പ്, സൈസ്, സെപ്പറേഷൻ ഇവയ്ക്ക് അനുസരിച്ചിട്ടാണ് സിയുടെ വാല്യൂവിന് ചേഞ്ചസ് വരാം. ഓക്കെ, ഇനി SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എന്താണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫാരഡാണ്. നമുക്ക് 1 ഫാരഡിനെ 1 കൂളം പെർ വോൾട്ട് എന്നും പറയാം. അതായത് 1 F ഇസ് ഈക്വൽ ടു 1 കൂളം V⁻⁻1 എന്ന് എഴുതാം, അതായത് പെർ വോൾട്ട് എന്നുള്ളതിന് പകരം. ഇനി മറ്റുള്ള യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 മൈക്രോ ഫാരഡ്, ഫാരഡിനെ തന്നെ നമുക്ക് എങ്ങനെ പറയാം, 1 മൈക്രോ ഫാരഡ് എന്ന് പറയാം. മൈക്രോ ഫാരഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, മൈക്രോ 10⁻⁻6 ഫാരഡാണ്. ഇനി 1 നാനോ ഫാരഡ്, നാനോ എന്ന് പറയുന്നത് എത്രയാണ്, 10⁻⁻9 ഫാരഡ്. ദെൻ 1 പൈക്കോ ഫാരഡ്, പൈക്കോ മീൻസ് 10⁻⁻12 ഫാരഡ്. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, അതായത് അതർ യൂണിറ്റ്സ് ആർ മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പൈക്കോ ഫാരഡ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഓക്കെ, നൗ വി ക്യാൻ look into the symbol of capacitor. Here we can see two types of capacitors. First one is fixed capacitance and second one is variable capacitance. Fixed capacitor means that value of capacitance will be fixed in an experiment. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് കപ്പാസിറ്റൻസ് യൂസ് ചെയ്യാം. ഓർ ഇൻ ബിറ്റ്വീൻ ദ എക്സ്പെരിമെൻറ്റ് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ കപ്പാസിറ്റൻസ്, ദ വാല്യൂ ഓഫ് ദ കപ്പാസിറ്റൻസ്, വി ക്യാൻ യൂസ് വേരിയബിൾ കപ്പാസിറ്റൻസ്. അതായത് നമുക്ക് വേരിയബിൾ കപ്പാസിറ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പെരിമെൻറ്റിന് ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ വാല്യൂവിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും ഒരു വിത്തിൻ എ റേഞ്ച്. അപ്പോൾ അതിനെയാണ് നമ്മൾ വേരിയബിൾ കപ്പാസിറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, now how we can find the capacitance. Capacitance C is equal to Q by V. Okay, so how we can make the value of C increased. എങ്ങനെയായിരിക്കും കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുക. സോ സപ്പോസ് ദ ഡിനോമിനേറ്റർ ഈസ് വെരി ലെസ്, അതായത് പൊട്ടൻഷ്യൽ വളരെ ചെറിയ വാല്യൂ ആണ്, സ്മോളർ വാല്യൂസ് ആണെങ്കിൽ എന്തായിരിക്കും, സിയുടെ വാല്യൂ കൂടുതലായിരിക്കും അല്ലേ. നമുക്ക് എങ്ങനെ പറയാം, എ കപ്പാസിറ്റർ വിത്ത് ലാർജ് കപ്പാസിറ്റൻസ് ക്യാൻ ഹോൾഡ് ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് അറ്റ് എ റിലേറ്റീവ്ലി സ്മോൾ പൊട്ടൻഷ്യൽ. അതായത് പൊട്ടൻഷ്യൽ വളരെ കുറവും ചാർജ് കൂടുതലും ആണെന്നുണ്ടെങ്കിൽ, ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഓൾസോ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വെരി ഹൈ, then what will happen, there will be strong electric field around the conductors, right. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. സോ ദാറ്റ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് വിൽ അയണൈസ് ദ സറൗണ്ടിങ് എയർ ആൻഡ് വിൽ ആക്സിലറേറ്റ് ദ ചാർജസ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സ്. അപ്പോൾ ആ കേസിൽ എന്ത് സംഭവിക്കും, സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അതിന് ചുറ്റുമുള്ള എയറിനെ എന്ത് ചെയ്യും, സറൗണ്ടിങ് എയറിനെ അയണൈസ് ചെയ്യും ആൻഡ് വിൽ ആക്സിലറേറ്റ് ദ ചാർജസ്. അപ്പോൾ അത് ചാർജസ് ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ദെർബൈ ന്യൂട്രലൈസിങ് ദ ചാർജ് ഓൺ കപ്പാസിറ്റർ പ്ലേറ്റ്സ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കപ്പാസിറ്റർ പ്ലേറ്റ്സിലുള്ള ചാർജസിനെ അത് ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ അതാണ് അവിടെ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവുന്ന കേസിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ചുറ്റുമുള്ള എയറിനെ അതായത് അയണൈസ് ചെയ്യും. സോ ദാറ്റ് വിൽ ആക്സിലറേറ്റ് ദ ചാർജസ്. എന്നിട്ട് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സിൽ പോയിട്ട് അവിടെ ഉണ്ടാവുന്ന ചാർജസിനെ ന്യൂട്രലൈസ് ചെയ്യും, അതായത് ചാർജ് ഓൺ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രോസസ്. നൗ ദ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് എ ഡൈഇലക്ട്രിക് മീഡിയം ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ ഇസ് കോൾഡ് ഇറ്റ്സ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അതായത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മാക്സിമം ഇലക്ട്രിക് ഫീൽഡാണ് ഒരു ഡൈഇലക്ട്രിക്കിനെ ബ്രേക്ക് ഡൗൺ ഇല്ലാണ്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്. അതിനെയാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി എയറിൻ്റെ കേസിലാണെങ്കിൽ ദാറ്റ് വിൽ ബി 3 × 10⁶ വോൾട്ട് പെർ മീറ്റർ. ഓക്കെ,
Next is very important topic, the parallel plate capacitor. What is parallel plate capacitor? As the name suggests, the parallel plate capacitor consists of two plain parallel conducting plates, and they will be separated by a very small distance. So how we can say that the parallel plate capacitor consists of two large plain parallel conducting plates separated by a small distance. Okay, so in the diagram we can see a parallel plate capacitor. Now we can find out the capacitance of a parallel plate capacitor. എങ്ങനെയാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ദർ ആർ ടു plates having charge densities plus sigma and minus sigma. They are separated by a very small distance. Here we can see the electric field E, and A is the area of each plate. Okay, now we have to find the capacitance. So what is the equation for finding capacitance? C is equal to Q by V. Okay, and here we are giving a charge plus Q and minus Q to both the plates. And how we can find Q, that is the charge Q എങ്ങനെ കാണാൻ പറ്റും? അതായത് ഇവിടെ ഉണ്ടാവുന്ന രണ്ട് ചാർജ് ഡെൻസിറ്റീസ് നമുക്കറിയാം, പ്ലസ് ക്യൂ പ്ലസ് സിഗ്മ ആൻഡ് മൈനസ് സിഗ്മയാണ് അവയ്ക്കിടയിൽ ഉണ്ടാവുന്നത്. അതായത് പ്ലേറ്റ്സിൻ്റെ ഏരിയ എത്രയാണ്? ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. ദെൻ ഈ ഇലക്ട്രിക് ഫീൽഡാണ്. ദെൻ ഡി എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഓക്കെ, ഇനി നമുക്കിവിടെ കാണാനുള്ളത് ക്യൂ ബൈ വി ആണ് കാണേണ്ടത്. അപ്പോൾ ക്യൂവിൻ്റെ ഇക്വേഷനും വിയുടെ ഇക്വേഷനും കണ്ടിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ കാണാം? ക്യൂ എങ്ങനെ കാണാം? അതായത് ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ക്യൂ ബൈ എ അല്ലേ? സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ ആണെന്നുണ്ടെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? സിഗ്മ എക്ക് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് ക്യൂ കിട്ടിയിട്ടുണ്ട്. Q is equal to sigma into A, അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയയാണ്. ഇനി വിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? വി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ് വി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വി എന്ന് പറയുന്നത് ഇ ഇൻറ്റു ഡി അല്ലേ ഇക്വേഷൻ? സോ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആണ്. അപ്പോൾ അതിന് പകരം എന്ത് എഴുതാൻ പറ്റും? ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണല്ലോ. സോ ദാറ്റ് ഓൾസോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് വി ഈസ് ഈക്വൽ ടു ഇ ഡി എന്നുള്ളതിൽ ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? വി ഈസ് ഈക്വൽ ടു സിഗ്മ ഡി ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാമല്ലോ. ഇനി ക്യൂവിൻ്റെയും വിയുടെയും വാല്യൂസ് എന്ത് ചെയ്യാം? സിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. അപ്പോൾ ക്യൂവിന് പകരം എന്ത് എഴുതാം? സിഗ്മ എ ഡിവൈഡഡ് ബൈ വി ഈസ് സിഗ്മ ഡി ബൈ എപ്സിലോൺ 0. സോ ഏതൊക്കെയാണ് ക്യാൻസൽ ചെയ്ത് പോവുക? Yes, sigma and sigma will get cancelled. Then C is equal to epsilon 0 A by D. So very important equation ആണ്. അതുകൊണ്ട് എങ്ങനെ എഴുതാം? C is equal to epsilon 0 A by D എന്ന് എഴുതാം. Clear? That is the capacitance of a parallel plate capacitor. Now we can check how the capacitance can be increased. എങ്ങനെയാണ് capacitance increase ചെയ്യാൻ പറ്റുക? C is equal to epsilon 0 A by D ആണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അല്ലേ? ഇക്വേഷനിൽ എ എന്ന് പറയുന്നത് ഏരിയയാണ്. അപ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യും? കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഇൻട്രൊഡ്യൂസിങ് എ ഡൈഇലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. അതായത് പ്ലേറ്റ്സിനിടയ്ക്കൊരു ഡൈഇലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? അവിടെ കപ്പാസിറ്റൻസ് ഇൻക്രീസ്ഡ് ആവും. ഓക്കെ, Our next topic is also very important, that is effect of dielectric on capacitance. എങ്ങനെയാണ് കപ്പാസിറ്റൻസിൽ ഡൈഇലക്ട്രിക്കിൻ്റെ എഫക്റ്റ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ വെൻ ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് എയർ, എങ്ങനെയായിരിക്കും ഇക്വേഷൻ എഴുതുക? സി എയർ എന്ന് എഴുതാം അല്ലേ? അതായത് എയർ ആണ് എന്ത് ഡൈഇലക്ട്രിക് മീഡിയം എങ്കിൽ സി എയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 A by D എന്നുള്ളതാണ്. ഇനി now suppose we are placing this dielectric medium that is having a dielectric constant K which is placed between the plates, then what will be the capacitance? അതായത് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിന് ഇടയ്ക്ക് എന്ത് ചെയ്യാണ്?
ഡൈലക്ട്രിക് മീഡിയം, അതായത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ ആയിട്ടുള്ള ഒരു ഡൈലക്ട്രിക് മീഡിയമാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? സി മീഡിയം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് എഴുതാമല്ലോ. ഇനി അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? കെ ടൈംസ് ഇൻക്രീസ് ചെയ്യും. വേർ കെ എന്ന് പറയുന്നതാണ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് സി മീഡിയം എന്ന് പറയുന്നത് കെ ഇൻറ്റു സി എയർ എന്ന് എഴുതാമല്ലോ. ഹിയർ കെ ഈസ് ദ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെ എങ്ങനെ കാണാൻ പറ്റും നോക്കി നോക്കൂ. ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യുക. അതായത് സി മീഡിയം ബൈ സി എയറിന് ഈക്വൽ ആയിരിക്കില്ലേ കെ എന്ന് പറയുന്നത്? അതായത് സി മീഡിയം ബൈ സി എയർ. സി മീഡിയത്തിന് പകരം എന്ത് എഴുതാം? കെ എപ്സിലോൺ 0 എ ബൈ ഡി ഡിവൈഡ് ബൈ സി എയർ ഈസ് എപ്സിലോൺ 0 എ ബൈ ഡി. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി മീഡിയം ഡിവൈഡ് ബൈ സി എയർ, അതായത് കപ്പാസിറ്റർ ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് ഇൻ എയർ ആണ് വരിക. Now we have definition of dielectric constant in terms of capacitance. അതായത് കപ്പാസിറ്റൻസിൻ്റെ ടേംസിൽ എങ്ങനെ നമുക്ക് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാം. അതായത് സി മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സി മീഡിയം എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ സി എയർ. സി എയർ എന്ന് പറഞ്ഞാൽ അതായത് ഡൈലക്ട്രിക് മീഡിയം എയർ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് ആണ്. അതായത് എപ്സിലോൺ 0 എ ബൈ ഡി ആണ്. അവിടെ സി മീഡിയം ബൈ സി എയർ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കെ എന്ന് കിട്ടുന്നത്. ബാക്കി ക്വാണ്ടിറ്റീസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. സോ കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം? സി മീഡിയം ബൈ സി എയർ. Now how we can define dielectric constant of a substance? So dielectric constant of a substance is the factor by which the capacitance increases from its vacuum value when a dielectric is inserted between the plates. അതായത് ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ഫാക്ടർ ബൈ വിച്ച് ദ കപ്പാസിറ്റൻസ് ഇൻക്രീസസ് ഫ്രം ഇറ്റ്സ് വാക്യൂം വാല്യൂ വെൻ a dielectric is inserted between the plates. When a dielectric is inserted between the plates. So that is the definition of dielectric constant of a substance. Hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.